മാധ്യമ പ്രവർത്തനം പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഒന്ന് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം, അത് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നുള്ള പരിശോധന മാധ്യമ പ്രവർത്തകർ തന്നെ സ്വയം നടത്തുമ്പോൾ അതിന്റെ ഗ്രാഫ് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഉടമകളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെയും താല്പര്യത്തിന്റെയും അപ്പുറത്തേക്ക് സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം നടത്താൻ മാധ്യമ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും സാധിക്കാത്തൊരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൊരു വസ്തുതയാണ്. മാധ്യമ പ്രവർത്തനത്തിന്റെ വിശ്വാസ്യതയിൽ വലിയ നിലയിലേക്കുള്ള കോട്ടം തട്ടുന്നു എന്നുള്ളതും ഒരു ഭാഗത്തുണ്ടെങ്കിലും സ്വതന്ത്രമായി ഈ പ്രതിസന്ധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് മാധ്യമ പ്രവർത്തനം തയ്യാറാകുന്ന ഒട്ടേറെ മാധ്യമ പ്രവർത്തകർ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ആകെ എല്ലാം മോശമാണ് എന്ന്, മാധ്യമ പ്രവർത്തകരാകെ മോശമാണെന്നുള്ളൊരു കാഴ്ചപ്പാട് ശരിയില്ല. മാധ്യമ പ്രവർത്തകരിൽ നേരായ കാര്യങ്ങൾ, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന വാർത്തകളൊക്കെ തന്നെ എന്ത് പ്രയാസമുണ്ടെങ്കിലും അതിനെ തട്ടിമാറ്റി നൽകണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വലിയൊരു എണ്ണമാണ്. പക്ഷെ അങ്ങനെ ഇടപെടുന്നവർക്ക് ഇന്ന് മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ നമ്മുടെ രാജ്യത്ത് എന്ന് പരിശോധിച്ചാൽ അല്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ വൈകിയ വേളയിൽ, ഇപ്പം തന്നെ 1 മണിക്കൂർ വൈകിയ വേളയിൽ ഓരോ കാര്യങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും മാധ്യമ സ്ഥാപനം തന്നെ നമ്മുടെ രാജ്യത്ത് നേരിന് വേണ്ടി നിലകൊള്ളാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നേരിടേണ്ട പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ട്. എത്രയെത്ര മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപോയി. ദേശീയ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ കുതിര കയറുന്ന എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായി. ഒരു മാധ്യമ സ്ഥാപനത്തിന് നമ്മുടെ രാജ്യത്ത് നേരോടെ നിലപാട് പറയാൻ വേണ്ടി സാധിക്കാത്ത സ്ഥിതി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നിരവധിയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരുകളെ മാധ്യമങ്ങൾ വിമർശിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് കേന്ദ്ര സർക്കാർ ആയിക്കൊള്ളട്ടെ, സംസ്ഥാന സർക്കാർ ആയിക്കൊള്ളട്ടെ, മറ്റ് ഭരണ സംവിധാനങ്ങളായിക്കൊള്ളട്ടെ, ഒന്നും വിമർശനത്തിനപ്പുറത്തല്ല. എല്ലാവരും വിമർശനം ഏൽക്കേണ്ടവരാണ്. ശരിയായ പാതയിൽ അല്ലെങ്കിൽ ചില തെറ്റുകൾ തിരുത്താൻ ഒക്കെ തന്നെ ഇത്തരം ചൂണ്ടിക്കാട്ടലുകൾ ഏറെ സഹായകരമാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് അത്തരം വിമർശനങ്ങളോട് എടുക്കുന്ന സമീപനം പൊതുവെ എത്രത്തോളം ഭീകരമാണെന്ന് നമുക്കറിയാവുന്നതാണ്.